ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ തിരുവോണം ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ പിറ്റേന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ വൈഫൈയുടെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ നെറ്റും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇന്നത് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഓണൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളും അതേട്ടോ ഓണൊക്കെ നല്ല രീതിക്ക് ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മുടെ തിരുവോണത്തിന്റെ അന്നതേ രാവിലെ എനിക്ക് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ വിളക്ക് കൊളുത്തി സാമ്പ്രാണി കത്തിച്ച് വെച്ചു കേട്ടോ. പിന്നെ നല്ല മഴ കേട്ടോ പുറത്ത്. അപ്പം മഴ നോക്കി നിന്നാൽ നമ്മുടെ നേരം പോവും. അപ്പം ഞാൻ വേഗം കിച്ചണിൽ നമ്മുടെ വെപ്പ് പരിപാടിയിലേക്ക് കടന്നു കേട്ടാ. നമുക്ക് അമ്പലത്തേക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ അമ്പലത്തിൽ പോക്ക് നടക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ നമുക്ക് ഉത്രാടത്തിൻ്റെ അന്നും ഇതുപോലെ രാവിലെ നല്ല മഴയായിരുന്നു. പക്ഷെ ഒരു 8-9 മണിയോട് കൂടിയിട്ട് മഴയൊക്കെ തുറന്ന് വെയിൽ വന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ആവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പണിയിലേക്ക് കിടന്നേക്കണം. അപ്പോൾ പഴം നുറുക്കിനാട്ടോ, പഴം പുഴുങ്ങാൻ ശർക്കരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം വെച്ചു. തലേന്ന് തന്നെ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനും മിൻഷാട്ടിനും തേജും കൂടിയിട്ടായിട്ട് എല്ലാതും മരുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പുറത്ത് നല്ല മഴ കേട്ടോ. തേജപ്പ് ഉറക്കത്തിലാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ്, ഓണത്തിന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അവിടുത്തെ മഴയാവും. എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങുമ്പോൾ. സൂര്യ അടുക്കളയിൽ ഭയങ്കര തിരക്കിലാണ്. അവിയലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിയല് സാമ്പാർ രക്ഷയില്ല എന്ന് പറയണത്. ബാക്കിയുള്ളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കിച്ചണിലെ എല്ലാ വീഡിയോസും എടുത്തിട്ടില്ല കേട്ടോ. ടിൻഷേട്ടൻ പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ ടിൻഷേട്ടൻ ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയണ്ട. പാത്രം കഴുകിയിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ടാം. ഇല്ല, ഉപ്പേരി ആക്കാനുണ്ട്. മത്തങ്ങയും പയറും എരിശ്ശേരി ബാക്കിയൊക്കെ അയക്കണു. അപ്പം ഞാൻ ഈ വീഡിയോ കിച്ചണിൽ ഒരുപാട് എടുക്കണില്ല. നല്ല കിച്ചണിൽ കുറേ നേരം എടുക്കാൻ നിന്നാലേ നമുക്ക് നേരം വഴുകും അമ്പലത്തിൽ പോകണത്. അപ്പം മഴ അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി 1.5 മണിക്കൂർ വേണ്ടവരും വീഡിയോയും കൂടി എടുക്കാൻ നിന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പം ഇനി എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഒതുക്കിയിട്ട് എന്തൊക്കെ ആക്കിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇൻഷാന്റെ പാത്രം കഴിഞ്ഞു. ഇതിൽ മത്തങ്ങയും പയറുമായിട്ടുള്ളത്. ഇത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വെക്കുള്ളൂ. തേങ്ങയൊക്കെ ചേർക്കാണ്ട് കേട്ടോ. സാമ്പാറായിട്ടുണ്ട്, അവിയലായിട്ടുണ്ട്. അവിയൽ മഞ്ഞപ്പൊടി ഞാൻ കുറവായിട്ട് ഇട്ടിരിക്കണം, അതാണ് ഈ കളറ്. പിന്നെ ചോറ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഉപ്പേരിയും ഇതും മത്തങ്ങയും പയറും എരിശ്ശേരിയും കൂടി നന്നാക്കാണ്ട് കേട്ടോ. പൂവ് ഇട്ടിട്ടില്ല. ഈ പൂവൊന്നും എടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ട് 2 പൂവ് വെക്കണം. മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ആ പൂവ് ഇടുന്നുള്ളൂ. അതായത് ഇവിടെ നമ്മൾ വലുതിടും കേട്ടോ, ഇന്നലത്തെ പോലെ. അതുകൊണ്ട് ഇവിടെ 2 പൂ വെക്കട്ടെ. വേഗം ഞാൻ പൂ പൊട്ടിച്ചിട്ട് വരാം. അപ്പം ഞാനിത് എന്തെങ്കിലും പൂവിടാൻ കിട്ടുമോ നോക്കാനായിട്ട് നടക്കണത്. എന്നാലും കിട്ടിയ രീതിക്ക് പൂവൊക്കെ പറിച്ചു കിട്ടും. പിന്നെ കുറച്ച് പേര് ആരോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് തുളസിയും ഇതും പൊട്ടിക്കരുത് എന്ന് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയ രീതിക്ക് കേട്ടോ പൂട്ടു. പിന്നെ മഴ നല്ല രീതിക്ക് മഴ അങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറേ നേരം അതിൻ്റെ മുകളിൽ നിന്നില്ല. പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി നമ്മളിത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമില്ലേ, ചെറുക്കൽ അമ്പലത്തേക്ക് പോയിട്ടാണ് നടന്നിട്ടായിട്ട് ഞങ്ങൾ നടന്നിട്ടല്ല, ഞങ്ങൾ വണ്ടിയുമ്പോൾ പോയിട്ട് വേഗം തൊഴുതിട്ട് ഇറങ്ങി. അമ്പലത്തിൽ നല്ല ഭംഗിയിൽ പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വേഗം വീടിൻ്റെ ഞാൻ ഉമ്മർത്ത് ഇതേ മിൻഷാടിൻ്റെ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് വന്ന് വാതിലൊക്കെ തുറന്ന് എടുത്ത് ഇറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഉമ്മർത്ത് തന്നെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ തൊഴാൻ പോയത്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിൻഷാടിൻ്റെ വീടിൻ്റെ അടുത്തും അമ്പലം ഉണ്ട് കേട്ടോ, അവിടെയും പോയിട്ട് തൊഴുതു. അപ്പോൾ അവിടെ തൊഴുത് നിൽക്കുമ്പോൾ അതേ വിൻഷാടിൻ്റെ ചേട്ടനും ചേച്ചി ഏട്ടത്തമ്മയൊക്കെ കൂടിയിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊഴാൻ. അവരും വേറെ എവിടെയോ തൊഴുതിട്ട് അങ്ങനെ ലാസ്റ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ
മഴയും കൂടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരേനെ കാത്തിട്ട് ഇങ്ങനെ നിന്നോട്ടെ. പിന്നെ അവരുടെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുല്ലക്കിലും കൂടി തൊഴുതിട്ട് ഞങ്ങൾ നേരെ അവരുടെ കൂടെ വിൻഷാന്റെ വീട്ടിലേക്കായിട്ട് പോയത്. അപ്പോൾ വിൻഷാന്റെ വീടിൻ്റെ അവിടെ മഴക്കാലമായ നല്ല രസമാട്ടോ. ഞാൻ എപ്പോഴും കാണിക്കുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ പാടും തോടും കൂടിയിട്ടുള്ള കാരണം നല്ല രീതിക്ക് തോട്ടിൽ കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ടാവും. ഭയങ്കര രസമായിട്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കലാട്ടോ വൈകിട്ട് എപ്പോഴും പണി ഉണ്ടാവും. ഇവിടെ താമസിക്കുന്ന സമയത്ത് ഉണ്ണിയോളം കൊണ്ട് ഒരു 4-5 മണി കഴിഞ്ഞ് ഞങ്ങൾ ആ തോടിൻ്റെ അവിടെ പോയിട്ട് ഇരിക്കും. പാടത്തിൻ്റെ അതിന് നടക്കലായിട്ട് ഞങ്ങൾക്ക് പണി ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അപ്പുറത്ത് വിൻഷാട്ടിൻ്റെ മാമയുടെ മോൻ്റെ വീടാട്ടോ, മണിയേട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ അവരോട് അവിടെ നിന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളും അവിടെ വെച്ചു കേട്ടോ. പിന്നെ മുത്തശ്ശി ഇവിടെ വിൻഷാട്ടിൻ്റെ അമ്മമ്മ ഉണ്ട്, അമ്മമ്മ കുളിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം എൻ്റെ അമ്മമ്മയ്ക്കും കൂടി ഞാൻ ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം അങ്ങോട്ട് പോയിട്ടാ. ഇത് വിൻഷാട്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ എൻ്റെ മാമയുടെ വീട്. അപ്പോൾ അവിടെ അമ്മമ്മയ്ക്ക് എൻ്റെ അമ്മമ്മയാട്ടോ എൻ്റെ അമ്മമ്മയ്ക്ക് ഓണക്കോടി, എൻ്റെ വകകൾ ഒരു ഓണക്കോടി, കുഞ്ഞു ഓണക്കോടി ഞാൻ കൊടുത്തു വിട്ടാം. അവിടുന്ന് നമ്മൾ പിന്നെ വേഗതേ വിൻഷാട്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ അതേട്ടാ ഓണക്കോടികൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ചാച്ചനും. അതായത് തേജപ്പനായിട്ടാണ് കൊടുക്കണത്. അച്ചാച്ചനും അച്ചമ്മയ്ക്കും പിന്നെ അതായത് എന്താ പറയുക, ഇപ്പോൾ വിൻഷാട്ടിൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ തേജുവിന് കിട്ടിയ ഓണക്കോടി ആട്ടത് അത് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഇപ്പം ഇടട്ടെ എന്നാട്ടോ ഞങ്ങളുടെ അടുത്ത് ചോദിക്കണത്. അപ്പോൾ പറഞ്ഞു ഇപ്പം ഇടണ്ട, ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇടാന്ന് പറഞ്ഞു കേട്ടാ. പിന്നെ ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ നോക്കിയിട്ടാ. അപ്പം ഇവിടെ പുട്ടും പഴനുറുക്കും പപ്പടും പിന്നെ അമ്മ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പം അതൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. തേജു ആണെങ്കിൽ അട കഴിക്കണില്ല, നല്ല ടേസ്റ്റുള്ള അടയായിരുന്നു. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ അങ്ങനെയാണ്, എന്ത് കൊടുത്താലും അവൻ കഴിച്ചു നോക്കാണ്ട് വേണ്ട എന്ന് പറയും. നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുത്താട്ടാ. പിന്നെ അമ്മമ്മ കുളി കഴിഞ്ഞ് വന്നോട്ടെ, അമ്മമ്മ കുളിക്കായിരുന്നു. പിന്നെ വിൻഷാട്ടിൻ്റെ അച്ഛന് അടുത്ത ഷർട്ടാട്ടോ ഇത്. അപ്പം അത് അച്ഛൻ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛന് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സൈസിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അച്ഛന് ഷർട്ടൊക്കെ കറക്റ്റ് ഫിറ്റ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരങ്ങനെ ഫിറ്റിൽ ഇടണോറില്ലല്ലോ, കുറച്ച് ലൂസിലല്ല അവരിടുക. പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ ഓണക്കോടി തിരിച്ചും മറിച്ചൊക്കെ നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മമ്മയ്ക്ക് പ്രിയേച്ചി മാക്സി എടുത്തെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ മുണ്ടെടുത്ത് നടക്കുമ്പോൾ തട്ടി തടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് മാക്സി എപ്രാവശ്യം എടുത്തു എന്നൊക്കെ പറയാട്ടാ. പിന്നെ തേജും ധ്യാനുട്ടനും കൂടിയിട്ട് അവിടെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്മമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് നിൽക്കാം. അതെല്ലാ കൊല്ലും അതേട്ടാ, നമ്മളിങ്ങനെ വിശേഷങ്ങൾക്ക് അമ്മമ്മേനെ പിടിച്ചിരുത്തി ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. അപ്പം അമ്മമ്മയ്ക്ക് നടന്നിട്ട് വരാൻ വയസ്സായതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെതായ വയ്യായകൾ ഉണ്ട് കേട്ടോ. അപ്പം മണിയേട്ടൻ അമ്മമ്മേനെ എടുത്തിട്ടാണ് നമ്മൾ റോട്ടിക്ക് നിർത്തിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കൂട്ടാ. ഈ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടപ്പോൾ ആരോ ചോദിച്ചത് വിൻഷാട്ടിൻ്റെ അനിയനാണോ എന്ന്. വിൻഷാട്ടിൻ്റെ അനിയനല്ല, ഇത് വിൻഷാട്ടിൻ്റെ ചേട്ടനാണ് കേട്ടോ. വിൻഷാട്ടിന് ചേട്ടനും ഒരു അനിയത്തിയുള്ളത്. ഇത് സന്ധ്യേച്ചി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. അതായത് വിൻഷാട്ടിൻ്റെ മാമയുടെ മോൻ്റെ വൈഫാട്ടോ, അതായത് ചേട്ടൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിൻഷാട്ടിന് അനിയത്തി ഉണ്ട് കേട്ടോ. അവരിവിടെ അടുത്ത് ഞാങ്ങാട്ടിൽ തന്നെയാണ്, ആളുടെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ രാവിലെ ഓണം ഉണ്ടാവും, അവള് രാത്രിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ സച്ചുട്ടനുള്ള ഓണക്കോടിയൊക്കെ നമ്മളിവിടെ കൊടുത്തു. രാത്രി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ 2-3 ദിവസം മുന്നേ നമുക്ക് തേജുവിനുള്ള ഓണക്കോടിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാട്ടോ പോയത്. പിന്നെ അവള് വീക്കിലേക്കാണ് വരിക, തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത്, ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ അവള് വീക്കിലേക്കാണ് വരിക. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് 11-12 മണിക്ക് ഏകദേശം ആവാറായിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെക്കാനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഇനി ബാക്കി പരിപാടികളിലേക്ക് കിടക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി വന്നിട്ട് ഓണക്കോടിയും എല്ലാവരും ഓണക്കോടി കൊടുത്തിട്ട് ഒക്കെ സെറ്റായിട്ട് വന്നിട്ടാ. ഇനിയിപ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. പായസം ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു, കാണിച്ചാൽ പാലട പറണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് 3 ആൾക്ക് ധാരാളം കേട്ടോ, ഓവറത്. പിന്നെ തേജു ഇതവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏട്ടൻ കൊടുത്തിട്ടുള്ള കേട്ടോ ഓണക്കോടി തേജുവിന്. തേജു ഇഷ്ടമായോ? സൂപ്പറാ. സച്ചുനോടെ വെച്ചിട്ടുണ്ട് നമ്മള്, സച്ചോടല്ലോ. പിന്നെ അടുക്കളമ്മായി ഇപ്പോഴും അടുക്കളയിലല്ലേ. അടുക്കളമ്മായി മുളി ഓണക്കോടി 1.5 കോടി. ഇനി എന്താ ഉണ്ടാക്കണേ? എന്തിനാ സൂര്യ ആരാ കഴിക്കുക? ഇല നിറയാൻ എനിക്ക് മതി. ഉള്ളിച്ചമ്മന്തി കുറച്ച് തരും. ഇപ്പൊ ഉപ്പേരി ഉണ്ടാക്കിയ പയറുപ്പല്ലേ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ആയിരിക്കണം കേട്ടോ. രാവിലെ തന്നെ ആക്കിയിട്ടാണ് അമ്പലത്തിൽ പോയതും. പിന്നെ മുല്ലക്കില് വെള്ളടിക്കുന്ന അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി.
പിന്നെ ഇപ്പൊ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇനി സദ്യ കഴിച്ചിട്ട് ഇവിടെ വീട്ടിലത്തെ രണ്ടാമത്തെ ഓണോട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സൂര്യയുടെ വീട്ടിൽ പോകാൻ. അല്ല തേച്ചോ അങ്ങോട്ട് പോണ്ടേ? ആരും പടത്തി പോണ്ടേ? പോണോ പറയ്. തേജൊക്കെ ഓണക്കളിക്ക് കൂടില്ലേ? പായസം അങ്ങനെ ഇരിക്കണാണുമ്പളേ വെറുതെ വെക്കാൻ തോന്നുന്നില്ല. കുറച്ച് ഒന്ന് പടയ്ക്കാൻ മതി. ഉണ്ടാക്കി തേജുവിനെ സൂര്യക്ക് അപ്പൊ ഒന്ന് ഇതിലേക്ക് ആകട്ടെ. ഇതിലേക്കുണ്ട് 3 ഗ്ലാസ് ഞങ്ങൾ ഇത്ര ആക്കിണ്ട് കേട്ടോ. 3 ആൾക്ക് ഒരുപോലെ ആക്കിണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് പായസം, കുറച്ചല്ല പകുതിയോളം ഉണ്ട്. അത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പായസം കുടിക്കാൻ ഇഷ്ടമുള്ളവർ പറയട്ടാ. ഫ്രിഡ്ജിൽ വെച്ച് പായസം കുടിക്കാൻ ടേസ്റ്റ് വേറെ അല്ല സൂര്യ? അടിപൊളിയാ. ഞാൻ തരും. അവിടെ വെക്കുമ്പോഴേക്കും കുടിക്കലേ കഴിയും. എത്ര ദിവസമായി എത്ര ഷുഗർ ഉള്ളത് കുടിച്ചിട്ട്? ഇടയ്ക്കാ കഴിക്കുക. ഓണത്തിനൊക്കെ പായസം കുടിച്ചില്ല പിന്നെ എന്താ നമ്മള് കുടിക്കുക? സൂപ്പറല്ലേ? തേജുവിന് കൊണ്ടുകൊടുക്കട്ടോ. തേജുവിന്റെ എക്സ്പ്രഷൻ നോക്കാം. എങ്ങനെയുണ്ട് പറയട്ടോ? സൂപ്പറാ. അപ്പൊ തേജുവിനും ഇഷ്ടമായി, സൂര്യക്കും ഇഷ്ടമായി. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. അടിപൊളി, സൂപ്പറാട്ടാ. പാലട അടിപൊളി. ഇപ്പോ സൂര്യ ഉണ്ട്, പായസം ഉണ്ട്, അടിപൊളിയല്ലേ? ഉപ്പേരിയായ പിന്നെ അതേ നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകില്ല. അപ്പം ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ അതേ എടുക്കാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ വിൻഷേട്ട് അതേ സൈഡിലിട്ട് ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് കൊടുന്ന് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ പിറ്റേന്നാണ് വരുള്ളൂ കേട്ടോ. 2 ദിവസം നിൽക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് പോണത്. പിന്നെ അതേ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ ഞങ്ങൾ. അതായത് ഒരു 12:30-1 മണിയോട് കൂടിയിട്ട് എൻ്റെ എല്ലാം കഴിഞ്ഞു. പക്ഷെ നമുക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. നമ്മൾ അവിടുന്ന് ചാടിക്കുമ്പോൾ തന്നെ, വിൻഷേട്ടിൻ്റെ ഇവിടുന്ന് ചാടിക്കുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിശപ്പില്ല. ഞങ്ങൾ 2 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം ഇത് എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പായസം വെക്കാനുള്ള കിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വിൻഷേട്ട് ഇവിടെ ഏതോ ക്ലബ്ബിൽ പായസം പറഞ്ഞിട്ടുണ്ട് ഇത്ര. ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. അപ്പൊ പിന്നെ അത് ഞാൻ വെക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എങ്കിലും ഞാൻ എന്നെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയ സദ്യവട്ടങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വെച്ച് സെറ്റാക്കി വെക്കണമെന്ന്. ഇഞ്ചിമുള്ളി നമുക്ക് സുതിച്ചേച്ച് തന്നാട്ടാ. പിന്നെ അച്ചാറ് വീട്ടിൽ നിന്ന് കൊടുക്കുന്നതുണ്ടായിരുന്നു. പിന്നെ ഓലുണ്ട്, പയറുപ്പേരി ഉണ്ട്, മോര് ആണിത്. ഞാൻ കാളനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് മോര് പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കായും പയറും ഉപ്പേരിയും, അവിയല്, മത്തങ്ങയും പയറും, എരിശ്ശേരി, സാമ്പാർ, പിന്നെ നമ്മുടെ പായസം കേട്ടോ. അപ്പം ഇതിൽ പായസം അതുപോലെ തന്നെ ഇഞ്ചിമ്പുളി ഇതൊക്കെ നമുക്ക് പുറത്തുനിന്നാണ് ഇഞ്ചിമ്പുളി സുതച്ചേച്ചി ഇടന്ന് തന്നത്. പിന്നെ അതേ പപ്പടം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം ചെറിയ രീതിക്ക് ഒരു ഇലയ്ക്കൊരു ഭംഗി വരാനുള്ള രീതിയിൽ തന്നെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കാളൻ മാത്രമാണ് എൻ്റെ നിന്ന് പാളിപ്പോയത് കേട്ടോ. എന്തായാലും ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും. എന്തായാലും ഓരോ കൊല്ലം ഓണത്തിന് വിഭവങ്ങൾ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓലനും അതുപോലെ കാളനും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഇത് 2 കൂട്ടിയിട്ടുണ്ട്. അടുത്ത കൊല്ലം ഞാൻ കുറച്ചും കൂടി കൂട്ടും. വേണമെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചിട്ടല്ലേ നമ്മൾ ഓരോന്ന് വെച്ച് തുടങ്ങുക. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ആദ്യത്തെ ഓണാണോ എന്ന്. അല്ല കേട്ടോ, നമ്മുടെ വീട് വെച്ചിട്ട് 2ാമത്തെ ഓണാണ് കേട്ടോ. അത് ഫസ്റ്റ് ഓണം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുള്ളൂ. പക്ഷെ മേശ നിറഞ്ഞു കേട്ടോ സൂര്യയുടെ വിഭവങ്ങൾ കാരണം. ഒന്ന് നോക്കിയാ അടുക്കളമ്മായി നോക്കിയാ. അടുക്കളമ്മായിയുടെ അടുക്കളമ്മാവനോടെ ഞാനല്ല സ്വത്തന്റെ. രാത്രിയിലെ അനീഷും രാവിലത്തെ കൽപ്പും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മെയിൻ ശർക്കര ഉപ്പേരിയും പിന്നെ മറ്റേ ഇതില്ലേ ചിപ്സ് നടു മുറിച്ചതിൻ്റെ കായവറവ് അത് മറന്നു വിട്ടു വിളമ്പാൻ. പിന്നെ പെട്ടെന്നാണ് ഞങ്ങൾ ഓർത്തത്. കഴിക്കാൻ പോണ് ഞാൻ പറയും എങ്ങനെ ഉണ്ട് എന്താ ആലോചിക്കണിരുന്നിട്ട്. മറ്റേ അനീഷിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഉണ്ടാണ്ടിരിക്കണ പോലെ അല്ലേ തേജുക? അത് എന്റെ തേജു ഒന്നും കൂട്ടാണ് കഴിക്കണേ. എന്ത് പപ്പടാ?
അങ്ങനെ ഞങ്ങളുടെ സദ്യക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വിൻഷേട്ടൻ കഴുകാന്ന് പറഞ്ഞു എന്നോട് അവിടെ തുടച്ച് ക്ലീൻ ആക്കിക്കോ. ഇനി വീട്ടിലേക്ക് പോകാൻ നോക്കണമല്ലോ. നമ്മളിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ. നമ്മളൊരു 4 മണിക്ക് അവനോട് കൂടിയിട്ടായിരുന്നു ഇറങ്ങിയത്. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടത്തേക്കാണ് പോകുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ അങ്ങനെ തോര ഇളകിയിട്ടായിരിക്കണത്. കാരണം നമ്മുടെ അവിടെ ഓണപരിപാടികൾ കണ്ടമാനം പരിപാടികൾ ഉണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ അങ്ങനെ കേട്ടോ. ഓണായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെറിയ രീതിക്കല്ല അവർ നമ്മുടെ നാട്ടുകാരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിക്ക് ആഘോഷിക്കും കേട്ടോ. അവിടെ ജാതി മതവും കാര്യങ്ങളൊന്നും നോക്കില്ല. അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ആഘോഷിക്കായിട്ട് നമ്മുടെ അവിടെ എല്ലാ പരിപാടികളും. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ അങ്ങനെ പോകാൻ വീർപ്പൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് തേജപ്പന് വിൻഷാട്ടിൻ്റെ ചേട്ട എടുത്ത് കൊടുത്ത ഡ്രസ്സായിട്ട്. അവനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്കും നല്ല ഇഷ്ടമായിട്ട്. അവന് ആ കളർ അവനില്ല, അവൻ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതൊരു 3:30 ആയപ്പോൾ പതുക്കതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ തേജപ്പന് ഇതേ വിൻഷാട്ട് നമ്മളന്ന് എടുത്ത ഡ്രസ്സ് പാൻറ്റും ഷർട്ടും ഇല്ല അതായിട്ടിട്ടത്. തേജുനാണെങ്കിൽ ഇങ്ങനെ ഓണക്കോടി കയ്യിൽ കിട്ടുമ്പോണ്ടല്ലോ മാറി മാറി ഇടാനുള്ള മൈൻഡിൽ അവൻ. രാവിലെ ഒന്നിട്ടു, അത് കഴിഞ്ഞിട്ട് വിൻഷാട്ടിൻ്റെ ഏട്ടെടുത്ത് കൊടുത്ത് ആ ഡ്രസ്സ് ഇട്ടു. പിന്നെ ഇത് ഇങ്ങോട്ട് പോയി ഇറങ്ങിയപ്പോൾ ഇത് എടുത്തിട്ടു. ഇനി വീട്ടിലെത്തിയിട്ടുള്ള അങ്കക്കെട്ട് നിങ്ങൾ കാണാതിരിക്കണുള്ളൂ. അവിടെ അമ്മ 3-4 ജോഡിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് ഡ്രസ്സ് വേണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാ പടകളും അവിടെ ഉണ്ട്. അവിടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. 3 മണി എങ്ങാണ്ട് ആവുമ്പോൾ അവിടെ പാലത്തുമ്പോൾ പരിപാടി തുടങ്ങും. അതായത് എൻ്റെ വീട് ഇതാണെങ്കിൽ തൊട്ടപ്പുറത്തേനായിട്ട് പരിപാടി നടക്കുന്നത്. അപ്പോൾ തേജുവിന് ഇതേ വാങ്ങിയിരിക്കുന്ന ഓണക്കോടി ഇതാട്ട്. ഇത് അവൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാട്ടോ. അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മോട്, അമ്മമ്മയ്ക്ക് ഉള്ളിൽ ബനിയൻ വേണം, എന്നിട്ട് പുറത്തു കൂടെ കോട്ട് പാൻ്റൊക്കെ ഉള്ള ഡ്രസ്സ് കിട്ടാച്ച വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് അവൻ പറയുന്നൊരു കാര്യമാണ് അത്. ഉള്ളിൽ ബനിയൻ വേണം, പിന്നെ പുറത്തു കൂടെ കോട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അത് തപ്പി പിടിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ നമ്മുടെ ആമയുടെ അടുത്തേക്കായിട്ടാ ചെന്നത്. ആമീനെ കണ്ടു. വിൻഷേട്ടനാണെങ്കിൽ ചുയിങ്കം വാങ്ങാൻ ഇടയിൽ ഇവിടുത്തെ ഗ്യാപ്പിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴാണ് കാണണത്. പിന്നെ നമ്മളെല്ലാവരും ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വീടിൻ്റെ ഉമ്മർത്തിരുന്നിട്ട് പിന്നെ പതുക്കതേ നമ്മൾ റോട്ടിക്ക് ഇറങ്ങി കിട്ടും. അതേ തൊട്ടപ്പുറത്ത് തന്നെയാണ് പരിപാടി നടക്കുക കേട്ടോ. ഞങ്ങളുടെ എന്താ പറയുക, അങ്കത്തട്ട് എന്ന് പറയും. അങ്കത്തട്ട് പാലാണ്, അവിടെയാണ് പരിപാടി നടക്കാട്ടോ. അപ്പൊ ഇതായിരുന്നു കേട്ടോ എന്റെ ഓണക്കോടി. എന്റെ അമ്മയ്ക്കും ആയിരിക്കും ഈ ടോപ്പ് തീരെ ഇഷ്ടമായില്ല. അമ്മയായിരുന്നു നിനക്ക് ഇതേ കിട്ടുള്ളൂ, ഇത്രയും നല്ല ഡ്രസ്സൊക്കെ നീ എപ്പോഴും ഇട്ടിട്ട് ഇതെന്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഭയങ്കര ഡള്ളായിപ്പോയി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടാളും എന്നെ ചീത്ത പറയാട്ടാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഡ്രസ്സ് എനിക്ക് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ബോഡിയിൽ അത് കിടക്കുമ്പോട്ടാ. അങ്ങനെ ദേ ഇവിടെ കളി നടക്കട്ടെ കണ്ടു. ട്രോഫികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് വിന്നേഴ്സിന് കൊടുക്കാനുള്ളത്. തുടങ്ങണല്ലോ കേട്ടോ ഓരോന്നായിട്ട് പരിപാടി. അപ്പം ഞങ്ങൾ ഇവിടെ ചെറിയ രീതിക്ക് മഴയും ചാറുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ അതേ ഇവിടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ അവരൊക്കെ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് മഴ ചാറിപ്പോട്ടാ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് കളിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം റോട്ടിലല്ല പരിപാടികൾ നടത്തണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തേജ് തൊയ്രം തരാണ്ടാട്ടാ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. കാരണം അവനവിടെ ഡ്രസ്സുകൾ കണ്ടുല്ലോ അമ്മയും അച്ഛനും വാങ്ങി വെച്ചത്. അപ്പം ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഊരിയിട്ട് അവർ വാങ്ങിയ ഡ്രസ്സ് ഇടാനാണ് ഈ തിരിച്ച് വന്നേക്കണത്. അവിടെ നമ്മൾ കളി കാണുന്നോടത്ത് എത്തിയിട്ടും കുട്ടിക്കൊരു തൊയ്രം ഉണ്ടായിരുന്നില്ലേ. ആള് വിളിക്കണോന്നോ ആദ്യം അവൻ പറഞ്ഞ തൊപ്പിക്കുപ്പായം ഇട്ട് നോക്കിയിട്ടോ. പിന്നെ കണ്ടു അത് ഊരിട്ടിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ കളി നടക്കണോടത്തേക്ക് എത്തിയിട്ട്. അപ്പോൾ മഴയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ചേച്ചിമാരുടെയൊക്കെ. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം തന്നെ എനിക്ക് ഒരുപാട് ക്ലിപ്സ് ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ വെക്കും സൈഡിൽ. അപ്പോൾ അത് കാരണം എനിക്ക് കുറേ ക്ലിപ്സ് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേജപ്പൻ കുറേ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇതേ മിഠായി പറക്കൽ മത്സരമായിരുന്നു. അതിലിതേ നമ്മുടെ തേജുട്ടനും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. തേജുട്ടനും പിന്നെ വേറൊരു ഉണ്ണിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടാൾക്കും 13 തോന്നുന്നു, 13 മിഠായി എങ്ങാണ്ട് ഒരു പറക്കിയുണ്ടായിരുന്നു. 13 രണ്ടാള് 13 ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിട്ട് നിൽക്കണോണ്ട് തന്നെ ഇവരെയും കൊണ്ട് ഒന്നും കൂടി മത്സരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മിഠായിയൊക്കെ വെതറിയിട്ട് ഇതേ വീണ്ടും എടുപ്പിക്കുന്നുണ്ട്.
അതിൽ നമ്മുടെ തേജപ്പന് കിട്ടിയില്ല കേട്ടോ. അതിന്റെ വിഷമവും ദേഷ്യവും സങ്കടമൊക്കെയാണ് ഈ കാണണത് കേട്ടാ. പിന്നെ അവന് ഇനി ഒന്നിനും പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ മടിയിൽ വേഗം കയറിയിരുന്നു. അടുത്ത മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കസാരകളിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ കുറെ പറഞ്ഞു തേജു പൊക്കോന്ന്. അപ്പം ഇല്ല വേണ്ട എനിക്ക് വേണ്ട അമ്മേന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ മടിയിൽ പിണങ്ങിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു കസാരകളി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുട്ടിക്ക് ഒരുമാതിരി എനർജി വന്നു കേട്ടോ. അടുത്തേൽ പോയേനെ. ഇനി ഞാൻ അടുത്തേൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ വലിയവരുടെ കസാരക്കളിയായിരുന്നു കേട്ടോ. അതിൽ ഞാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പരിപാടികളിലൊപ്പം ഞങ്ങൾ ഇങ്ങനെ കളിക്കാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പെൺപിള്ളേരാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഗ്യാങ് പോലെ തന്നെ ഒരു ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം ചാടി ഇറങ്ങും. ഇതിലിപ്പോൾ ചിന്നു ആണ് വരാത്തത്. ഞങ്ങൾ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിന്നുവിനെ വടമേലിക്കൊക്കെ. കാരണം വടമേലിക്കൊക്കെ ചിന്നു ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ധൈര്യമുള്ളൂ കളിക്കാൻ. പക്ഷെ ആരും അങ്ങനെയല്ല കേട്ടോ. ആരും എല്ലാത്തുനിന്നും പിന്നിലേക്ക് നിൽക്കുള്ളൂ. ഞാൻ ഇല്ലേ പറഞ്ഞിട്ട് അവിടെ എല്ലാത്തുനിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ കുറവാണ് അവൾ വരുന്നത് എല്ലാത്തിലേക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരുവിധം പെറ്റനയിലേക്കൊക്കെ പോവാറുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനും അച്ഛനും മാത്രമായിട്ടാ. സത്യം പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് തല കറങ്ങി തുടങ്ങിയിട്ടാ. നമ്മൾ ഈ കസാരയ്ക്ക് എന്നെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഓടല്ലേ. എനിക്കും അത് അച്ഛനും അതേട്ടോ. ഞങ്ങൾക്ക് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഫുള്ളായിട്ട് തല ചുറ്റി തുടങ്ങി. ഞാൻ അവളുടെ അടുത്ത് അതാ ചോദിക്കുന്നത്, എനിക്ക് തല ചുറ്റുണ്ട് എന്റെ കൈ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ച് വലിച്ച് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ചെറുതായിട്ട് തോറ്റതിന്റെ ഒരു ചമ്മലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എടും വലൊന്നും നോക്കിയില്ല. തല കുമ്പിട്ടിട്ട് വേഗത ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് വന്നിരിക്കട്ടെ ചെയ്തത്. തിൻചേട്ടനാണെങ്കിൽ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തോറ്റാലോചിട്ടല്ലേ തോറ്റ നടക്കണേ അജേട്ടൊക്കെ ഉണ്ട്. അടുത്തത് ബോയ്സിന്റെ കസാരകളി ആയിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് വിൻഷേട്ടനെ വിളിക്കുന്നുണ്ട്. വിൻഷേട്ടൻ ഇല്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നാണം കുണുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അൽനടി. അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടിലെ സിനിമ നടിയാണ് കേട്ടോ, ജിസ്മി. അവള് കുറെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും പിന്നെ ഡാൻസറാണ്, സകലകല വല്ലഭയാണ് കേട്ടോ. അപ്പൊ ഇവള് വന്നാലാണ് ശരിക്കും നമ്മുടെ പരിപാടികൾക്ക് ഒരു ഓളം വരാറുള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ അവള് കുറച്ച് വൈകിട്ടായിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളോട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുട്ടിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പേരറിയില്ല, യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ആള്. പിന്നെ അവള് മെയിനായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ അവളും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉഷാറായിട്ടോ. പിന്നെ അടുത്തത് ഇതേ ഇങ്ങനൊരു മത്സരമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കും ചുണ്ടിൻ്റെ അവിടെയായിട്ട് ഈ ഒരു സ്ട്രോ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ഈ കുപ്പിയിൽ കൂടെ നിറണം. ഇതിൽ നമ്മുടെ മാളൂനാട്ടോ കിട്ടിയത്. ഇതിൽ അത് തോറ്റു കേട്ടോ. പാതൂനെ കളിയൊക്കെ നമ്മുടെ തേജപ്പനാണ് മുന്നിൽ നിൽക്കണത്. അയ്യേന്നും പറയണതാണ് ഈ കേൾക്കണത് കേട്ടാ. പിന്നെ അവരുടെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് ഞങ്ങളുടെ സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ നിന്നു. അതിൽ എനിക്ക് കിട്ടിയിട്ട് ഗൈസ് ഫസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് സ്ട്രോട്ട്. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ ഇനി ഒരു ഫൈനൽ ഉണ്ടെന്ന് ഞാൻ അറിയണത്. ജയിച്ചവരെല്ലാവരും കൂട്ടിയിട്ട് വീണ്ടും ഈ ഒരു പരിപാടി ചെയ്യുന്നു കേട്ടോ. ഇതിൽ സംഭവം എൻ്റെ ഉള്ളിക്ക് ചാടി. പക്ഷെ അതിനൊക്കെ മുന്നേ ആ ഉണ്ണിയാട്ടിട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനാ ഫസ്റ്റ് വെച്ചിട്ടാണ് ആദ്യം ചാടിയത് കേട്ടോ. പിന്നെയാണ് അപ്പുറത്ത് ആ കുട്ടിക്ക് കൈ കൊടുക്കണമെന്ന് കണ്ടത്. പിന്നെ നമ്മുടെ തേജപ്പം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബോൾ പാസിങ് ഇല്ല അതായിരുന്നു കേട്ടോ. ബോൾ പാസ് ചെയ്തിട്ട് കയ്യിൽ, അതായത് പാട്ട് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ ബോൾ ആള് ജയിക്കും. ആ പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇതിലൊക്കെ ഉണ്ടല്ലോ വോയിസ് കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇതിൽ സോങ് ഉള്ളതല്ല, അപ്പൊ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതായിരുന്നു ഗെയിം എന്നിട്ടാ. അപ്പൊ തേജുവിനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കളിക്കണത്. ഓരോ ബോളും അവന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ തിരിഞ്ഞു നോക്കൂട്ടോ. അപ്പൊ ഞങ്ങൾ പറയട്ടെ തേജു തിരിഞ്ഞു നോക്കണ്ട, ബോള് കയ്യിൽ വരും, നീ ബോള് പോണത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ ഇതാക്കി നിർത്തുന്നുണ്ട്. ഇതിലും അതായിട്ടാ തേജു ലാസ്റ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും കുട്ടി ലാസ്റ്റ് വരെ വരുന്നുണ്ട്. പക്ഷെ വിന്നർ പ്രാവശ്യം കുട്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലവര് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവസാനം വരെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഞാൻ ജയിക്കും വെച്ചിട്ട് കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് വരെ എത്തിയിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടിപ്പോയി. നമ്മുടെ മറ്റേ ഫസ്റ്റ് ചെയ്തതായാലും ഇതായാലും അതായിട്ടാ ഉണ്ണി ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവന് സന്തോഷമുണ്ട് കേട്ടോ മുഖത്ത്. ഞങ്ങളിങ്ങനെ അവനെ തേജു ഫസ്റ്റ് പറഞ്ഞിട്ട് കുട്ടീനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു കേട്ടോ. അടുത്തത് വേറെ
മത്സരം ഞങ്ങളുടെ ഗേൾസിന്റെ തന്നെ ഇത് സെയിം ബോൾ പാസിങ് തന്നെ കേട്ടാ. ഇതൊരു സംഭവം ലക്ക് പരിപാടി കേട്ടോ. കാരണം ഇതിങ്ങനെ ബോൾ നമ്മൾ പാസ് ചെയ്യും, പാട്ട് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണ് അവർ ഔട്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ലക്കാണ്. ഒരിക്കലും ഞാൻ പറയില്ല ഇത് കഴിവാന്നുള്ളത് കേട്ടോ. ഞാൻ ഈ രണ്ടെണ്ണത്തിൽ പോയപ്പോൾ ഞാൻ അങ്ങനെ വരുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ പറയൂട്ടാ, ഇതൊന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ കഴിവായിട്ട് കൂട്ടാൻ പറ്റില്ല, ഇതൊക്കെ വെറും ലക്ക് മാത്രമാണ്. കാരണം ആ സോങ് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണ് അവർ ഔട്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവർ നോക്കിയിട്ടല്ലല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ലക്കിന്റെ പുറത്താണ് കേട്ടോ ഈ ഗെയിമൊക്കെ. പിന്നെ ഈ ഗെയിമിൽ ബോൾ എൻ്റെ കയ്യിലേക്ക് നേരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണാം. എൻ്റെ ബോൾ കയ്യിലെത്തുമ്പോഴേക്കും ആവണം ഇത് തട്ടിപ്പറിച്ചിട്ട് എൻ്റെ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ എയർന്ന് പോവില്ല, അതേപോലെയായിരുന്നു എൻ്റെ നിന്ന് ബോൾ പോയിടുന്നത്. എൻ്റെ കയ്യിൽ കിട്ടലും എൻ്റെ കയ്യിൽ നിന്ന് പോക്കും കഴിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവൺ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവുക ചെയ്തായിരുന്നു ബോൾ. ഞാൻ അതെല്ലാവരോടും പറയണത് എൻ്റെ കയ്യിൽ ബോൾ പോലും കിട്ടണില്ല എന്ന്. പക്ഷെ ലക്കില്ല തോന്നുന്നു. ഏതോ ഒരു സന്ദർഭത്തിൽ ഞാനും ഇതിന്ന് ഔട്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ലാസ്റ്റ് ജയിക്കുന്നത് അമൃതയായിട്ടേക്ക് ആ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ വീഡിയോസ് ഞാനിങ്ങനെ നമുക്ക് വ്ളോഗിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുവിധം വീഡിയോസൊക്കെ കവർ ചെയ്യണോണ്ട് തന്നെ ഇതിൽ കുറേ ഫൗള് കളിച്ച ടീംസിനെ കള്ളക്കളി കളിച്ചവരനെയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാ വീഡിയോ സഹിതം ഞാൻ കാണിച്ചിട്ട് ശരിക്കുള്ള വിജയികളെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദർശനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഗെയിമിലേക്ക്. ആദർശം വിൻഷേട്ടനും ഇങ്ങനെ മാറി നിൽക്കായിരുന്നു കേട്ടോ. പക്ഷെ വിൻഷേട്ടൻ വടംവലിക്ക് എല്ലാ കൊല്ലം കൂടാറുണ്ട് കേട്ടോ. അപ്പൊ ഇതില് വിൻഷേട്ടത്തിന്റെ ഇടയിൽ എന്തോ ഓഫീസിൽ എന്തോ കോളോ എന്തോ കാര്യം വന്നപ്പോൾ വിൻഷേട്ടൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബോയ്സിന്റെ ഈ ബോൾ പാസിങ് തന്നെയായിരുന്നു. പിന്നെ ഇത് ബലൂൺ കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. ഇതില് റൂളിൽ എങ്ങനെയാന്ന് വെച്ചാണ്ടല്ലോ, ബലൂൺ നമ്മൾ ഫ്രണ്ടിലേക്ക് കാല് നീട്ടിട്ട് ഇങ്ങനെ കൊച്ചം കുത്തി പോയിട്ട് അവിടെ ചെന്ന് ചവിട്ടി പൊട്ടിക്കണമെന്നാ. പക്ഷെ എല്ലാവരും ചെയ്യണ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ചാടി തുടങ്ങുമ്പോൾ കാല് ബാക്കിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് കള്ളക്കളി കേട്ടാ. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണ കാരണം എനിക്ക് കുറെ പേരെന്നെ ജയിപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ മാളുമ്മയാണ് ഇതിൽ എല്ലാത്തിനും ജയിച്ചത്. പിന്നെ ഇതൊരു പാട്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്മമ്മയുടെ നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷം വീണ്ടും ഇതേ പരിപാടി തുടങ്ങിട്ടോ. തീറ്റ മത്സരം ഉണ്ടായിരുന്നു. തേജുവിന് കറക്റ്റ് വിശന്നിരിക്കണ നേരത്തെ തോന്നുന്നു തീറ്റ മത്സരം വിളിച്ചു പറഞ്ഞപ്പോൾ തേജ് അമ്മ ഞാനും പോട്ടെ പറഞ്ഞപ്പോൾ നീ പൊക്കോടാന്ന് പറഞ്ഞപ്പോൾ ആളിതവിടെ പോയി നിന്നൂട്ടോ. പക്ഷെ എനിക്കറിയാം പിന്നെ എത്രത്തോളം ഇതിൽ കഴിക്കാൻ പറ്റുമെന്ന്. ആ ഒരു വിശപ്പിന്റെ പുറത്ത് ഒരു ബ്രെഡ് കുട്ടി നല്ല രീതിക്ക് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ആ വയറ് നിറഞ്ഞപ്പോൾ അവൻ നൈസായിട്ട് മതി എന്നും പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അവൻ സുഖമായിട്ട് പോന്നിട്ടുണ്ട്. ബാക്കി മത്സരത്തിനൊന്നും കുട്ടി നിന്നില്ല കേട്ടോ. അതായത് ഒരു ടൈം ആയ പിള്ളേർക്ക് വിശക്കൂലോ. കറക്റ്റ് നേരത്തായിരുന്നു അവർ ആ മത്സരം വെച്ചത്. അപ്പൊ അവൻ അടിപൊളിയായിട്ട് അതിൽ പങ്കെടുത്തിട്ട് ആള് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുട്ടി സൂപ്പറായിട്ട് പോകുന്നു കേട്ടോ. ഇവിടെ വെള്ളം കുടിക്കാൻ തന്നെ അരമണിക്കൂർ എടുക്കുന്ന ആളാണ് തേജു. ആ തേജു ആണ് കേട്ടോ തീറ്റ മത്സരത്തിന് പോയിക്കണത്. അതാണ് എനിക്ക് ചിരി വന്നിടുന്നത്. പിന്നെ എന്തായാലും കുട്ടിയുടെ വിശപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഗൈസ് വടംവലിയാണ്. ഇതിനാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ടീം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വടംവലിക്കൊക്കെ. അപ്പോൾ അത് ഫസ്റ്റ് മാളും പിള്ളേരും ഞങ്ങളൊക്കെ ആയിരുന്നു ടീം. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഉടായ്പകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായി ഗൈസ് നമ്മുടെ ടീമിൽ നിന്ന്. ഇവരൊക്കെ ഒരു ടീമും ഞാൻ മാത്രം വേറൊരു ടീമിലൊക്കെ ആയിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ, അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയതൊന്നും. പിന്നെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടീം കാട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും. പക്ഷെ കുറേ വടംവലി തുടങ്ങിയപ്പോൾ ഞാനും ജിസ്മി മാത്രം വേറെ ഏതോ ടീമുകാരുടെ ഒപ്പം. പിന്നെ നോക്കുമ്പോൾ അമ്മയ്ക്കാണ് അപ്പുറത്ത് വലിക്കാൻ നിൽക്കണത്. പിന്നെ എങ്ങനെ ഞങ്ങൾ ജയിക്കും ഗൈസ്? ഞാൻ തോറ്റു. ഞാൻ സിമ്പിളായിട്ട് പറയണു, ഞാൻ തോറ്റു ഗൈസ്, ഞാൻ തോറ്റു. പക്ഷേ ഇവിടെ ചതിയാണ് നടന്നത്. ഇവിടെ എനിക്ക് കുറച്ച് ചെറു പിള്ളേരാണ് തന്നിട്ട് അപ്പുറത്തെ അമ്മമാരും ടീമൊക്കെ. പിന്നെ എങ്ങനെ ഞാൻ ജയിക്കിയത് ചതിയല്ലേ. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. ഞാൻ പിന്നെ എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് വിൻഷേട്ടനെ ഇറക്കി അടുത്ത വടംവലിയിൽ. വിൻഷേട്ടനും അച്ഛനൊക്കെ കൂടിയിട്ട് ഒരു ഗ്യാങ്ങാക്കി നിർത്തി. ആദർശനെ കുറേ വിളിച്ചു കേട്ടോ. ആദർശ് വരണില്ല. ആദർശന് ഭയങ്കര നാണമാവും മാറി നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് വിൻഷേട്ടന് ഞാൻ എൻ്റെ എല്ലാ ധൈര്യം ഞാൻ വിൻഷേട്ടന് കൊടുത്തു. വിൻഷേട്ടൻ ജയിക്കണം, എനിക്ക് വേണ്ടി വിൻഷേട്ടൻ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് കുറ്റിയാക്കിയിട്ട് വിൻഷേട്ടനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ
വിലയേറിയ പ്രോത്സാഹനവും വിലയേറിയ പ്രാർത്ഥനയും കൊണ്ട് അവർ തന്നെ ജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വടംവലിയിൽ കാണാം എത്രത്തോളം പവറിലാണ് വിളിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊക്കെ വിളിച്ച് പറയാൻ പറ്റും അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ഒരു സൈഡ് വലിച്ചതിന് ശേഷം അവരാണ് അപ്പുറത്തേക്ക് പൊസിഷൻ മാറ്റിയിട്ടോ. ഈ ഒരു പൊസിഷനിലും ഇവർ അപ്പുറത്തെ ടീമാരെ ജയിച്ചു തോന്നുന്നു. അപ്പോൾ ഈക്വൽ ആയിട്ട് വന്നൂല്ലോ, അതുകൊണ്ട് ഒരു ഫൈനലായിട്ട് ഒന്നും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവർ തന്നെയായിട്ട് ജയിച്ചത്. ഇതിൽ വിൻഷേട്ടൻ ഈ ഇരുട്ടത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കണമെന്നല്ല അത് കാണണില്ല. പക്ഷെ ഇതിൽ നോക്ക് അച്ഛൻ വീണു വലിച്ചിട്ട് അച്ഛൻ്റെ മേത്തു കൂടെ വിൻഷേട്ടനും പോയിട്ട് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഫൈനല്. അങ്ങനെ ലാസ്റ്റ് വടംവലി ആട്ടതോട് കൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ പറഞ്ഞില്ലേ, കുറേ പരിപാടികളൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം. പിന്നെ ഫുള്ളായിട്ട് സമ്മാനദാനമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഗേൾസിൻ്റെ വലിയവരുടെ വടംവലി ടീമിലെ അമ്മയും ടീമോട്ടോ. അമ്മേനെ ഞാൻ ഈ സമ്മാനം വാങ്ങാൻ പോയി നിൽക്കുമ്പോഴാണ് കാണുന്നത്. ഇവരും ഉണ്ടായിരുന്നില്ല ഈ വടംവലി ടീമിൽ നിന്ന്. ഇവർക്ക് ഇത് മെഡലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്ക് ഇവരുടെ എത്ര പിള്ളേരുള്ളത്, നിൻ്റെ ഞാൻ മാത്രം, പിന്നെ ബാക്കിയൊക്കെ ചെറുകിട കുറച്ച് ടീംസും. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും വീട്ടിൽ തന്നെയല്ലേ കിട്ടിയതെന്നുള്ളൊരു സമാധാനം ഉണ്ട്. അങ്ങനെ അവർക്ക് ഇതേ മെഡലും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുട്ടാ. അങ്ങനെ തേജുവിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ട്രോഫിയും അതുപോലെ തന്നെ മെഡലും കാര്യങ്ങളൊക്കെ തേജപ്പൻ്റെ കഴുത്തിലായിട്ട് കൊണ്ടിട്ടായിരുന്നു. പിന്നെ ഇത് ആമ്പിള്ളേരുടെ കേട്ടോ. ഇതിൽ വിൻഷേട്ടനും അച്ഛനും ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടാൾക്കും മെഡൽ കിട്ടിയത് തന്നെ നമുക്ക് ധാരാളമാണല്ലോ. നമ്മുടെ വീട്ടിലേക്ക് 3 മെഡലായിട്ട് അവർ കൊടുന്നേക്കണത് ഇന്ന്. അപ്പം അതും തേജുവിൻ്റെ കഴുത്തിൽ തന്നെയായിട്ട് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ നിരത്തി ഇത് നമ്മുടെ അമൃതയുടെ അനിയനായിട്ട് അവൻ ബോക്സറാണ്. അപ്പോൾ ഇവന് കമ്മിറ്റിയുടെ ഭാഗത്ത് വലിയൊരു ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അടുത്ത സമ്മാനം എനിക്കായിരുന്നു കേട്ടോ, പ്രോത്സാഹന സമ്മാനം. അതായത് കള്ളക്കളി കളിച്ചവരെയൊക്കെ ഞാൻ വീഡിയോ സഹിതം എടുത്ത് കാണിച്ചു കൊടുത്തത്. കള്ളക്കളിയാണ്, നിങ്ങളല്ല ജയിച്ചത്, ജയിച്ചവരെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തതിന്റെ സമ്മാനം. പാട്ട് പാടിയ ട്രോഫി തെജുമോൻ ഞാൻ ഡിഡിറ്റഡാണ്. ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നാട്ടിലുണ്ടായത്. അല്ലെങ്കിൽ അവിടെ ഒരു അടി നടന്നിരുന്നു, ഞാൻ ജയിച്ചു നീ ജയിച്ചു എന്നും പറഞ്ഞിട്ട്. ഇത് വീഡിയോ സഹിതം അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ ആരാണ് ജയിച്ചെന്നുള്ളത്. അതിന്റെ സമ്മാനമാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയായാലും ട്രോഫി വാങ്ങിയില്ലേ, അതിലാണ് കഴിവ് അല്ലേ. പിന്നെ അതെ അടുത്ത സമ്മാനദാനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോന്നിൽ പങ്കെടുത്ത് ജയിച്ചവർക്കും പിന്നെ ഇതിൽ സെക്രട്ടറി അങ്ങനെ ഉണ്ടാവില്ലേ ക്ലബിലെ, അപ്പോൾ അവർക്കും ഇതിന്റെ കോർഡിനേഷൻ നടത്തുന്നവർക്കും എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇതേ പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ DJ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല കേട്ടോ. അതിന്റെ ഒരു കുറവ് എനിക്കിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് അറിയണത്. നമ്മുടെ കഴിഞ്ഞ ഓണത്തിന്റെ വ്ളോഗ് കണ്ടവരാണെങ്കിൽ ഈ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കൂട്ടോ. അതിൽ നല്ല DJ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിശേഷം ഓണം വിഷു ഒക്കെ വരുമ്പോഴാട്ടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത്. ഇതിലും ഒരുപാട് പേര് കുറവുണ്ട് കേട്ടോ. ഞാനും അന്നും ഞങ്ങളങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ ഞങ്ങളെല്ലാവരും ഓണം വിഷുക്ക ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പരിപാടി. മാരേജിന് ശേഷം ആണ് നമ്മളെല്ലാവരും ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് പോയത് കേട്ടോ. പിന്നെ ഇങ്ങനെ വിശേഷങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്നത്. ഇപ്പോഴും എല്ലാവരെയും നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പം എല്ലാവരും ഫാമിലിയൊക്കെ ആയപ്പോൾ എല്ലാവരും അവരുടേതായ ബിസിയിൽ പെട്ടു, പലരും വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഇത് ക്ഷീണിച്ച് സൈഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും കളിയും പിള്ളേരും എല്ലാവരും അതായിട്ട് അടിച്ച് തിമർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മളിതേ പതുക്കെ വീട്ടിലേക്ക് നടന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഇനി മേല് കഴുകണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ക്ഷീണവും തളർച്ചയും ആകെ ഉഷ്ണിച്ചിട്ടൊക്കെ ഒരു വിധമായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം മേല് കഴുകി വിൻഷേട്ടൻ്റെ കഴിഞ്ഞു, തേജപ്പൻ്റെ എൻ്റെ മേലൊക്കെ കഴുകിച്ചു, ഡ്രസ്സൊക്കെ മാറി. ആരൊക്കെ ഇതേ പോയി സൈഡായിട്ട് ആരും ഒന്നിലും പങ്കെടുത്തിട്ടൊന്നുമല്ല, കളി കണ്ടിട്ടാ തോന്നുന്നു അവൾക്ക് ക്ഷീണം. പിന്നെ ഞങ്ങൾ ഓണക്കോടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ വന്നിട്ട് നേരെ അങ്ങോട്ട് ഓടല്ലേ ചെയ്തത്. അപ്പം ഞാൻ വേഗം ഓണക്കോടിയൊക്കെ എടുത്തു. പിന്നെ അമ്മ അത് എനിക്ക് വാങ്ങിയതാട്ടോ ഇത് കോഡ് സെറ്റ്. അപ്പോൾ ഇത് കുറേ പേര് ഞാൻ ഇൻസ്റ്റയിൽ ഒരു
വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്കൊക്കെ. ഇത് കല്യാണം എടുത്തതായിട്ട് ഇവർ കല്യാൺ സാരീസിൽ പോയിട്ടാണ് ഇവർ ഓണക്കോടി എടുത്തേക്കണത്. അവിടെ നിന്ന് എടുത്തേക്കണതാണ്. ഇതിന് എങ്ങാണ്ടോ 900 സംതിങ് എങ്ങാണ്ടോ ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്ര റേറ്റിൻ്റെ സാധനമൊന്നും ഇല്ല. അത് ഞാൻ എന്നിട്ട് ഇത് വിൻഷാട്ടിന് എടുത്ത ഷർട്ടാട്ടോ. ഞാൻ അമ്മേനെ ചീത്ത പറയണ്ടേ, നിങ്ങൾ എന്തിനൊക്കെ ഡ്രസ്സ് എടുത്തതിക്ക് അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട്, പിന്നെ എന്തിനാ വെറുതെ ഇത്രയും വില കേട്ടപ്പോഴാട്ടെ എനിക്ക് അതിനുള്ളത് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ കോട്ട് സെറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കേണ്ടതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഇത് തേജപ്പൻ്റെ കേട്ടോ, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പക്ഷെ അത് വിൻഷാട്ടിന് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കോട്ട്, എൻ്റെ ബനിയ, എനിക്ക് കോട്ട് ഉള്ളത് എടുത്തിട്ടുണ്ട്, എനിക്ക് ഉള്ളിൽ ബനിയ ഉള്ളത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അമ്മയ്ക്ക് ഞാൻ മാക്സി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു 2 എണ്ണം. അപ്പം അമ്മ മാക്സി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുക്കുകയാണെങ്കിൽ സാരി ചുരിദാർ ഒന്നും എടുക്കണ്ട കേട്ടോ. ഓൾറെഡി നമ്മുടെ ഉള്ളതൊക്കെ അമ്മയ്ക്ക് ഇതുപോലെ സാരി, പിന്നെ നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇടൊക്കെ ചെയ്യുമല്ലോ ഞങ്ങൾ 3 ചുരിദാറുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ചുരിദാറും സാരി ഒന്നും എടുക്കണ്ട, വല്ല മാക്സി എടുക്കുകയാണെങ്കിൽ വല്ല മാക്സി എന്തെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ഒന്നും എടുക്കണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും എടുക്കാണ്ടിരിക്കില്ല, എന്തെങ്കിലും എടുക്കുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നാൽ വല്ല മാക്സി എടുത്തോ, ഏതെങ്കിലും ഒരു മാക്സി എടുത്തോ, അത് മതി എന്നൊക്കെ. അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അങ്ങനെ ഇട്ട് നോക്കി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കായിരുന്നേ. അപ്പോൾ സദ്യവട്ടങ്ങൾ എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ രാത്രിക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ നമ്മൾ എന്തായാലും സദ്യ കഴിച്ചിട്ടാണ് വരിക. അതുകൊണ്ട് അമ്മ രാത്രിക്ക് ചിക്കൻ കറിയും കൂടി സെറ്റാക്കി ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ, സാമ്പാർ, ഉപ്പേരി ഐറ്റംസ് എല്ലാതും ഉണ്ട്. പക്ഷെ ഞാൻ ചിക്കൻ കറി ആയിട്ട് എടുത്തത് കുരുമുളകൊക്കെ കുത്തിച്ചതച്ചിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വയറ് നിറച്ച് ചോറുണ്ട് കേട്ടോ, ചിക്കൻ കറിയും ചോറും ഇതും. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ആര്യയുടെ ടോപ്പാണ്, നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ, അവളുടെയാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ അമ്മയും പറഞ്ഞത് നിനക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മ. പിന്നെ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. എല്ലാതും കൂട്ടി നല്ല തകൃതിയായിട്ട് ഫുഡ് കഴിച്ചു. ഇനി ഒന്നുമില്ല പരിപാടി, ഇനി നേരെ കെടുക്കുക. നല്ല ക്ഷീണമുണ്ട്, കെടുക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫുൾ ഡേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അടുത്ത വീഡിയോ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെ വരാം കേട്ടോ. പിറ്റേന്നല്ല നമ്മൾ പോവുള്ളൂ, അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാവും വരിക. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ട്ടാ.